പൊളിറ്റിക്സ് കേരളയ്ക്ക് 18 ദിവസത്തിൻ്റെ ഇടവേള. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇടവേള. ആ ഇടവേളയ്ക്ക് കാരണം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആ ഇടവേളകൾ വിട്ട് പൊളിറ്റിക്സ് കേരള തിരിച്ചു വരികയാണ്. പ്രേക്ഷകർ സദയം സ്വീകരിക്കുക. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി വേണം പൊളിറ്റിക്സ് കേരള തിരിച്ചു വരാൻ. അതുകൊണ്ട് തന്നെ ആ എക്സ്ക്ലൂസീവ് ന്യൂസ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുകയാണ്. ഞങ്ങൾ പുറത്തുവിടുന്ന എക്സ്ക്ലൂസീവ് ന്യൂസ് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ആദ്യത്തെ വിക്കറ്റ് വീഴാൻ പോകുന്നു. പണ്ട് ഐസ്ക്രീം പെൺവാണിഭ കേസിൽ കുഞ്ഞാലിക്കുട്ടി എങ്ങനെ വീണുവോ അതുപോലെ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഘടകകക്ഷിയിലെ ഒരംഗം പെൺവാണിഭ കേസിൽ വീഴാൻ പോകുന്നു. പെൺവാണിഭ കേസ് കേരളത്തെ പിടിച്ച് ഉലയ്ക്കാൻ പോകുന്നു. അതാണ് പൊളിറ്റിക്സ് കേരളയുടെ തിരിച്ചുവരവിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ തുടർ വാർത്തകളുമായി ഞാൻ വരും. കുറച്ചു കാലം മുഖാമുഖം എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റില്ല. കാരണം ചികിത്സയും മറ്റ് പൊളിറ്റിക്സ് കേരളയുടെ സാങ്കേതിക ഘടകങ്ങളും ഒക്കെ പുനർനിർമ്മിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. നമ്മൾ തിരിച്ചു വരുന്നത് മുഖാമുഖം കാണാൻ വേണ്ടി ആയിരിക്കും. കുറച്ചുനാൾ നമ്മൾ മുഖാമുഖം കാണില്ല. എൻ്റെ ന്യൂസുകൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. എൻ്റെ ന്യൂസുകൾ നിങ്ങൾക്ക് മുമ്പിൽ ശബ്ദങ്ങളായി വരും. ശബ്ദങ്ങളായി വരുമ്പോൾ സദയം സ്വീകരിക്കുക. വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. വേട്ടയാടപ്പെടുന്ന ശത്രുക്കളിൽ നിന്ന്, സ്നേഹിക്കുന്ന മിത്രങ്ങളിൽ നിന്ന് ഒക്കെ ഒരുപാട് അകലെയാണ് ഞാൻ പൊളിറ്റിക്സ് കേരള വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. പൊളിറ്റിക്സ് കേരള വീണ്ടെടുക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം, നിങ്ങളുടെയൊക്കെ സഹകരണം ആവശ്യമുണ്ട്. പൊളിറ്റിക്സ് കേരള പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സുഹൃത്തുക്കളായ ഓൺലൈൻ ചാനലുകൾ പൊളിറ്റിക്സ് കേരള നീണ്ട ഇടവേളയ്ക്ക് ശേഷം റീലോഞ്ച് ചെയ്യുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പൊളിറ്റിക്സ് കേരള മോചിതമായിരിക്കുന്നു, ഫ്രീ ആയിരിക്കുന്നു. ആദ്യത്തെ വിക്കറ്റ്, സതീശൻ മന്ത്രിസഭയിലെ ആദ്യത്തെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് പൊളിറ്റിക്സ് കേരള എത്തുകയാണ്. പൊളിറ്റിക്സ് കേരള കുറെ കാലമായി, ഇത്രയും കാലം എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും ഇങ്ങനെ ഒരു ഡിലേ വന്നിട്ടില്ല. ആ ഡിലേക്ക് കാരണം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആ ഡിലേക്ക് കാരണം എൻ്റെ പൊളിറ്റിക്സ് കേരളയിൽ വന്ന സാങ്കേതിക ഘടകങ്ങളാണ്. ആ സാങ്കേതിക ഘടകങ്ങളൊക്കെ തരണം ചെയ്ത് ഞാൻ വരികയാണ്. പ്രതിബന്ധമെല്ലാം എനിക്ക് ആത്മശക്തി തുഴയുന്നു ഞാനേകനായി. ഇതാണ് എൻ്റെ തത്വശാസ്ത്രം. നേർക്ക് വിരൽ ചൂണ്ടുന്നത് നെറുകേടാണെങ്കിൽ ആ നെറുകേടിൻ്റെ പ്രസ്ഥാനമായിരിക്കും പൊളിറ്റിക്സ് കേരള. പൊളിറ്റിക്സ് കേരളയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടവേള വന്നതിൽ എനിക്ക് വലിയൊരു പങ്കുണ്ട്. ആ പങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം ഞാൻ കൊടുക്കുകയാണ്. പൊളിറ്റിക്സ് കേരളയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല. നിങ്ങൾ എന്നെ വിളിക്കുക. പൊളിറ്റിക്സ് കേരളയുടെ അനുബന്ധ ചാനലുകളും പുനരാരംഭിക്കുകയാണ്. പൊളിറ്റിക്സ് കേരളയുടെ അനുബന്ധ ചാനലുകൾ പുനരാരംഭിക്കുമ്പോൾ ഒരുപാട് കടങ്ങൾ, ഒരുപാട് ബാധ്യതകൾ വീട്ടാനുള്ള കണക്ക് എനിക്കുണ്ട്. കുറേ സാമ്പത്തിക പ്രതിസന്ധി പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായി നിങ്ങൾ തന്നെയാണ് വീട്ടിൽ തന്നത്. ഇനിയും നിങ്ങൾ വീട്ടിൽ വന്ന് എനിക്ക് അറിയാം. പക്ഷേ നിങ്ങളത് വീട്ടേണ്ട കാര്യമില്ല. ഇനി ഇത് വീട്ടേണ്ടത് ഞാൻ തന്നെയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും പൊളിറ്റിക്സ് കേരളയ്ക്കില്ല. പൊളിറ്റിക്സ് കേരളയ്ക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി വളരെ തുച്ഛമായ ഒരു തുകയാണ്. തുച്ഛമായ തുക കൊടുത്ത് സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞാൽ പൊളിറ്റിക്സ് കേരള ഫ്രീ ആയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ GPayയിലൂടെ എനിക്ക് പൈസ അയക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ശക്തിയാണ് എൻ്റെ ഊർജം. ആ ഊർജം നിങ്ങൾ തരിക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി എനിക്ക് എൻ്റെ വലത് കൈ ചലിക്കാതായ ഒരു അവസ്ഥയുണ്ടായി. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഞാൻ കുറച്ച് ഇടവേള എടുത്തിരുന്നു. അതിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. എൻ്റെ വലത് കൈയിൽ ചോരയോട്ടം ലഭിച്ചു. ഇനി പൊളിറ്റിക്സ് കേരളയുടെ സിരകളിലും ചോരയോട്ടം വന്നു തുടങ്ങി. പൊളിറ്റിക്സ് കേരള തിരിച്ചെത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സദയം ഇത്രയും നാളത്തെ ഇടവേള തന്നതിലും ഞാൻ നിങ്ങളിലേക്ക് എത്താത്തതിലും സദയം ക്ഷമിക്കുക. മുഖാമുഖം കാണാൻ നമുക്ക് മുഖാമുഖം കാണുന്നതാണല്ലോ പൊളിറ്റിക്സ് കേരളയുടെ ഒരു സൗന്ദര്യം. പണ്ടും അങ്ങനെയായിരുന്നല്ലോ. നമ്മൾ മുഖാമുഖം കണ്ടുമുട്ടുമായിരുന്നല്ലോ. നമ്മൾ മുഖാമുഖം കണ്ടുമുട്ടുമ്പോഴാണ് നമ്മളുടെ സൗന്ദര്യം ഉണ്ടാവുക, നമ്മൾ തമ്മിലുള്ള സംവേദനം ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ചികിത്സാ കേന്ദ്രത്തിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരോടും എനിക്ക് പരിഭവമില്ല, ആരോടും എനിക്ക് വൈരാഗ്യമില്ല, ആരോടും എനിക്ക് ദേഷ്യമില്ല. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിന് വേണ്ടി, കമ്മ്യൂണിസത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി പൊളിറ്റിക്സ് കേരള യുദ്ധം തുടങ്ങും. ഇവിടെ നമുക്ക് പുതിയൊരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സ്റ്റാർട്ടപ്പിന് തുടക്കം കുറിക്കുന്നത് ഇവിടെയുള്ള ആശുപത്രിയിൽ നിന്നാണ്. ആരെയും കുറ്റം പറയാൻ ഞാനില്ല, ആരെയും അധിക്ഷേപിക്കാൻ ഞാനില്ല. പക്ഷേ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കും പൊളിറ്റിക്സ് കേരള. പൊളിറ്റിക്സ് കേരള അങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കും. ഈ ന്യൂസ് നിങ്ങൾക്ക് അരികിൽ എത്തുമ്പോൾ മറ്റ് ഓൺലൈൻ ചാനലുകൾ പൊളിറ്റിക്സ് കേരള ഈ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഇത് എൻ്റെയും
നിങ്ങളുടെയും ഒക്കെ ആശയത്തിന്റെ പ്രതികരണമാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞ വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പൊളിറ്റിക്സ് കേരള വഴി ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തെറ്റ് ഞാൻ ചെയ്യാറില്ല. സത്യമാണെന്ന് തോന്നുന്നത്, സത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനത് വിളിച്ചു പറയും. അത് ആരുടെ മുഖം നോക്കിയാലും ശരി, മുഖ്യമന്ത്രിയുടെ മുഖം നോക്കിയാലും ശരി, പ്രധാനമന്ത്രിയുടെ മുഖം നോക്കിയാലും ശരി, തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ കഴിഞ്ഞ 26 വർഷത്തിനുള്ളിൽ ഞാൻ സമാഹരിച്ചു കഴിഞ്ഞു. ആ സമാഹാരത്തിന്റെ ശക്തിയാണ് പൊളിറ്റിക്സ് കേരള. ഈ യുദ്ധത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഒറ്റയ്ക്കാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒറ്റയ്ക്കാണ്. പൊളിറ്റിക്സ് കേരളയെ സ്നേഹിക്കുന്നവരെല്ലാം ഈ യുദ്ധത്തിൽ പങ്കുചേരുക. എൻ്റെ പുതിയ ഫോൺ നമ്പർ ഞാൻ ഇതോടൊപ്പം നിങ്ങൾക്ക് അയക്കുകയാണ്. ആരെയും അധിക്ഷേപിക്കുന്നില്ല, ആരെയും അധിക്ഷേപിക്കാൻ ഞാനില്ല. പൊളിറ്റിക്സ് കേരളയ്ക്ക് പറ്റിയത് എൻ്റെ ആരോഗ്യപരമായ തടസ്സങ്ങളും അതിനിടയിൽ സംഭവിച്ച സാങ്കേതികപരമായ തടസ്സങ്ങളുമാണ്. ഈ ന്യൂസ് എക്സ്ക്ലൂസീവായി നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അടുത്ത വിക്കറ്റ്, സതീശൻ മന്ത്രിസഭയിലെ അടുത്ത വിക്കറ്റ് ആരാണെന്നുള്ള ന്യൂസ് എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് മുമ്പിൽ എത്തും. നമുക്ക് വീണ്ടും ശബ്ദങ്ങളിലൂടെ സംഭേദിക്കാം പ്രേക്ഷകരെ.